എല്ലാ വിദ്യാർത്ഥികൾക്കും ഐവ സുന്നിയ റെസിഡൻഷ്യൽ അക്കാദമിയുടെ +1 എക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 പോവർട്ടി. നമ്മൾ പോവർട്ടി എന്നതുകൊണ്ട് ആരാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഹൂ ആർ ദി പുവർ? പുവർ പീപ്പിൾ ആർ ദോസ് ഹൂ ലാക്ക് ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയാണ് നമ്മൾ പുവർ പീപ്പിൾ എന്ന് പറയുന്നത്. ബേസിക് നീഡ്സ് ഓഫ് ലൈഫിലെ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് ഇതൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തവരെയാണ് നമ്മൾ ബേസിക്കലി പുവർ പീപ്പിൾ എന്ന് വിളിക്കുന്നത്. സ്റ്റാർവേഷൻ ആൻഡ് ഹങ്കർ അല്ലേ, ഭക്ഷണത്തിനുള്ള അഭാവവും അതുപോലെ തന്നെ പട്ടിണിയും ഒക്കെയാണ് എന്ത് കീ ഫീച്ചേഴ്സ് ഓഫ് പുവറസ്റ്റ് ഹൗസ് ഹോൾഡ് അല്ലേ, പാവപ്പെട്ട കുടുംബങ്ങളുടെ ബേസിക് ഫീച്ചേഴ്സായിട്ട് അവർക്ക് എന്നും ഭക്ഷണമില്ലായ്മയും അല്ലേ, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യവും അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ. ആ കാര്യമാണ് അവിടെ പറയുന്നത്. ദി പുവർ ലാക്ക് ബേസിക് ലിറ്ററസി ആൻഡ് സ്കിൽസ്, ഹെൻസ് ഹാവ് വെരി ലിമിറ്റഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. പുവർ പീപ്പിളിന് വിദ്യാഭ്യാസം കുറവായിരിക്കും അല്ലേ, ലിറ്ററസി ലെവലിലെ ജ്ഞാനവും കുറവായിരിക്കും. അതുപോലെ തന്നെ സ്കിൽസും, അതായത് വൈഭവങ്ങൾ അല്ലേ, വ്യത്യസ്ത രീതിയിലുള്ള തൊഴിൽ ചെയ്യാനുള്ള വൈഭവങ്ങളും കുറവായതുകൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. സോ പുവർ പീപ്പിൾ ഓൾസോ ഫേസ് അൺസ്റ്റേബിൾ എംപ്ലോയ്മെൻറ്റ്. അവർ ഈ കാരണം കൊണ്ടൊക്കെ തന്നെ അവർക്ക് എന്ത് ചെയ്യില്ല, സ്ഥിരമായിട്ട് ജോലി കിട്ടില്ല. അതുകൊണ്ട് എന്താണ്, മാൽന്യൂട്രീഷൻ ഈസ് അലാമിംഗ്ലി ഹൈ എമംഗ് ദി പുവർ. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോഷകാഹാരക്കുറവ്. അത് വളരെ ഡേഞ്ചറായിട്ട്, വളരെ മോശമായിട്ട് അവരിൽ തുടരും, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൽ ഹെൽത്ത്, ഡിസബിലിറ്റി ഓർ സീരിയസ് ഇൽനെസ് മേക്സ് ദം ഫിസിക്കലി വീക്ക് അല്ലേ. ഹെൽത്ത് പ്രോബ്ലംസ്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ്, ഡിസബിലിറ്റി, ഹെൽത്ത് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അവരെ ഫിസിക്കലി വീക്കായിട്ട് മാറ്റും. ദേ ബോറോ ഫ്രം മണി ലെൻഡേഴ്സ്. അവരെന്ത് ചെയ്യും, പണമില്ലാത്തത് കൊണ്ട് പലിശക്ക് കൊടുക്കുന്ന നാട്ടിലൊക്കെ അവരെ, അതായത് ബാങ്ക് അല്ലാതെ വ്യക്തികളിൽ നിന്നൊക്കെയാണ് അവരെന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ് കടം വാങ്ങുക. അത് വളരെ വലിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായിരിക്കും. അത് തിരിച്ചടക്കാതെ ദീർഘകാലം അവരെന്ത് ചെയ്യും, അവരുടെ കടക്കാരനായിട്ട് തുടരുകയാണ് സാധാരണ ചെയ്യുക. ഹു ചാർജ് ഹൈ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ലീഡ് ടു ദം ടു എ ക്രോണിക് ഇൻഡപ്റ്റഡ്നെസ്. ക്രോണിക് മീൻസ് ദീർഘകാലം എന്നുള്ളൊരു മീനിങ്സ് ആണ്. അപ്പോൾ ദീർഘകാലം അവരെന്ത് ചെയ്യും, അവരുടെ കടക്കാരനായിട്ട് പലിശ അടയ്ക്കുന്ന ഒരു വ്യക്തികളായി മാത്രം എന്ത് ചെയ്യും, തുടരും. അത് അവരെ വീണ്ടും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കും എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നെക്സ്റ്റ്, ദി പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദി 5-year പ്ലാൻ envisaged ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി പുവറസ്റ്റ് ഓഫ് ദി പുവർ. 5-year പ്ലാനുകളൊക്കെ എന്ത് ചെയ്തു, പാവക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പുവർ റേഞ്ചിൽ നിന്നും അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. എക്കണോമിസ്റ്റ് ഐഡൻറ്റിഫൈ ദ പുവർ ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഓക്കുപ്പേഷൻ ആൻഡ് ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ്. എക്കണോമിസ്റ്റ് പുവറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, പുവർ പീപ്പിൾ എന്ന് വിളിക്കുന്നത് 2 ക്രൈറ്റീരിയനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അവരുടെ ജോലിയെയും അതുപോലെ തന്നെ അവരുടെ ഓണർഷിപ്പ് ഓഫ് അസറ്റ്, അവർ കൈവശം വെക്കുന്ന സ്വത്തുക്കളെയും അപേക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്, എക്കണോമിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പുവർ പീപ്പിളാണോ അല്ലേ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹൗ ആർ പുവർ പീപ്പിൾ എങ്ങനെ ദരിദ്രരെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ദരിദ്രരായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്, ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ദാദാഭായ് നവറോജി വാസ് ദി ഫസ്റ്റ് ടു ഡിസ്കസ് ദി കൺസെപ്റ്റ് ഓഫ് പോവർട്ടി ലൈൻ യൂസിങ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജയിലിലെ ഒരു ക്രിമിനൽസിനോ അല്ലെങ്കിൽ ജയിലിൽ അറസ്റ്റ് വരിച്ച ഒരു വ്യക്തിക്ക് വേണ്ട ബേസിക് കോസ്റ്റ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ പുവറായിട്ട് കൺസിഡർ ചെയ്യും. ആ ഒരു കൺസെപ്റ്റാണ് ദാദാഭായ് നവറോജി കൊണ്ടുവന്നത്. ഈ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, അതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്താ എന്നുള്ളത് ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട്സായിട്ട് എഴുതി മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്,
എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ നമ്മൾ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ എന്നുള്ളത് നമ്മളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ഇംഗത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തണം. അപ്പം ദാദാഭായ് നവറോജി ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് എന്തിനാണ്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് ജയിലിലുള്ള വ്യക്തികൾക്ക് വേണ്ടി വരുന്ന ആവശ്യമായിട്ടുള്ള ഫുഡിൻ്റെ ഒക്കെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്താണ് അതിലും കുറവാണെങ്കിൽ അവരെ പുവറായി ട്രീറ്റ് ചെയ്യുക, അതിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യാണ് എബോവ് പോവർട്ടി ലൈനായിട്ട് ട്രീറ്റ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റാണ് ദാദാഭായ് നവറോജി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ നോട്ട്സ് കൂടി ഞാൻ അവിടെ ഷെയർ ചെയ്തത്. അത് കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, in post-independent India, there have been several attempts to work out a mechanism to identify the number of poor in the country. പാവപ്പെട്ട ജനങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപാട് അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. For the purpose of identifying poverty, divide people into two categories, the poor and the non-poor, and the poverty line separate the two. അപ്പം ഈ ഒരു പോവർട്ടിയെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യുക, ജനങ്ങളെ തിരിക്കുക. ബിലോ പോവർട്ടി ലൈൻ ആൻഡ് എബോവ് പോവർട്ടി ലൈൻ. ദരിദ്രരെ എന്ത് ചെയ്യുക, ബിലോ പോവർട്ടി ലൈനിലും ആ ലൈനിൻ്റെ താഴെ ആക്കിയിട്ടും അതുപോലെ തന്നെ അതിൽ നിന്നും അതിൻ്റെ മുകളിൽ വരുന്നവരെ എബോവ് പോവർട്ടി ലൈൻ, അതായത് പോവർട്ടി ആ ലൈൻ ഒരു ക്രൈറ്റീരിയ. ഇപ്പോൾ സപ്പോസ് മന്ത്ലി ഇൻകം 2000 ഉള്ളവരെ നമ്മളൊരു ക്രൈറ്റീരിയ ആയിട്ട് ലൈന് നിശ്ചയിക്കുക 2000. അപ്പം 2000 മന്ത്ലി ഇൻകം വരുന്നവരെ നമ്മൾ എബോവ് പോവർട്ടി ലൈനിൽ ട്രീറ്റ് ചെയ്യും. ബിലോ 2000 ഇൻകം വരുന്നവരെ നമ്മൾ ബിലോ പോവർട്ടി ലൈനായിട്ട് ദരിദ്രരായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ബേസായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു എക്സാമ്പിൾ മാത്രമാണ് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. Next, categorizing poverty. There are many ways to categorize the poverty. Always poor and usually poor. Always poor and അതുപോലെ തന്നെ യൂഷ്വലി പുവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ എന്താണ് കൂടുതൽ സമയവും എന്തായിരിക്കും, ബിലോ പോവർട്ടി ലൈൻ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ അവസാനം അത് ക്ലിയർ ആവും നിങ്ങൾക്ക്. ദെൻ ഗ്രൂപ്പ്ഡ് ടുഗദർ ആസ് ദ ക്രോണിക് പുവർ. ഇപ്പോൾ 2 രീതിയിലാണ് ഇവിടെ നമ്മൾ കാറ്റഗറി ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് എന്ത്, ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ എന്നുള്ള കാറ്റഗറി. അവരെ നമ്മൾ എന്ത് വിളിക്കും, ക്രോണിക് പുവർ എന്ന് പറയും. അവർ ദീർഘനേരം, ആ ടേമിൽ തന്നെ ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലം എന്നാണ്. അവർ ദീർഘകാലം ബിലോ പോവർട്ടി ലൈനിൽ തന്നെ തുടരുന്ന വ്യക്തികളാണ് എന്ത്, ഓൾവേസ് പുവറും യൂഷ്വലി പുവർ എന്ന് പറഞ്ഞുള്ള കാറ്റഗറി. അതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ക്രോണിക് പുവർ എന്ന്. ദെൻ churning poor. Churning poor means who regularly move in and out of poverty. അതായത് ഈ പോവർട്ടി ലൈനിൻ്റെ മുകളിലും താഴെയായിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 2000 മന്ത്ലി ഇൻകം വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾവേസ് ആൻഡ് യൂഷ്വലി പുവർ കാറ്റഗറി അവർ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ക്രോണിക് പുവർ. ഈ ക്രോണിക് പുവർ പീപ്പിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, മേജർ പോർഷൻ ഓഫ് ടൈമിലും അവരെന്തായിരിക്കും, ബിലോ 2000 ആയിരിക്കും അവരെ മന്ത്ലി ഇൻകം വരുന്നത്. പലപ്പോഴും അല്ലെങ്കിൽ വളരെ എക്സെപ്ഷണലായിട്ട് ചിലപ്പോൾ അവർക്ക് 2000-ൻ്റെ മുകളിൽ അവരെ ഇൻകം വന്നിട്ടുണ്ടാവാം. പക്ഷേ ഷേണിങ് പുവറിൻ്റെ കേസിൽ എന്താണ്, അവർ പലപ്പോഴായിട്ട് എന്ത് ചെയ്യും, 2000-ൻ്റെ മുകളിലും അതുപോലെ തന്നെ ചില സമയത്ത് താഴെയായിട്ട് വരും. അതായത് എന്താണ്, അവരിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് റേഞ്ചാണ് അവർ ഇൻകത്തിൽ അവർ കാണിക്കുക. ഹു ആർ റിച്ച്, അപ്പോൾ ഇവിടെ പറയുന്നത് സ്മോൾ ഫാമേഴ്സ് ആൻഡ് സീസണൽ വർക്കേഴ്സൊക്കെയാണ് ചേണിങ് പുവറിൽ കാറ്റഗറിയിൽ വരുന്നത്. ആൻഡ് ദി ഒക്കേഷണലി പുവർ ഹു ആർ റിച്ച് മോസ്റ്റ് ഓഫ് ദി ടൈം ബട്ട് മേ സംടൈംസ് ഹാവ് എ പാച്ച് ഓഫ് ബാഡ് ലക്ക്, ദേ ടുഗദർ കോൾഡ് ട്രാൻസിയൻ പുവർ. അവരെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസിയൻ പുവർ എന്നാണ്. ആ ടെമ്പററിലി ആണ് അവർ പുവർ പീപ്പിളായിട്ട് മാറുന്നത്. അവർ ബാഡ് ലക്ക് കൊണ്ടൊക്കെയാണ് എന്ത് പുവറായിട്ട് മാറുന്നത്. ഇതിൽ വരുന്നത് സ്മോൾ ഫാമേഴ്സും അതുപോലെ തന്നെ സീസണൽ വർക്കേഴ്സും ഒക്കെയാണ്. ബാഡ് ലക്ക് കൊണ്ട് എന്ത് ചെയ്യും, അവർ പുവർ ബിലോ പോവർട്ടി ലൈനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ നമ്മൾ കളക്റ്റീവ്ലി ചേണിങ് പുവർ, അവരെ കളക്റ്റീവ്ലി നമ്മൾ ട്രാൻസിയൻ പുവർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ മിക്കവാറും
അല്ലെങ്കിൽ കൂടുതൽ സമയവും പോവർട്ടി ലൈനിൻ്റെ താഴെ വരുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? ക്രോണിക് പുവർ എന്ന് വിളിക്കും. സോ ആൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ ടുഗദർ കോൾഡ് ക്രോണിക് പുവർ. അതിൻ്റെ മുകളിൽ പറഞ്ഞ 2 പാരഗ്രാഫിൻ്റെയും ഒരു സമ്മറി ആയിട്ട് മനസ്സിലാക്കുക. ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ ടുഗദർ കോൾഡ് ക്രോണിക് പുവർ ആൻഡ് ചേണിംഗ് പുവർ ആൻഡ് ഒക്കേഷണലി പുവർ ടുഗദർ കോൾഡ് ട്രാൻസിയൻറ്റ് പുവർ. അപ്പോൾ ആ രീതിയിലാണ് പുവർ പീപ്പിളിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ദെൻ അതിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ 3 ക്ലാസിഫിക്കേഷനാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രോണിക്, ട്രാൻസിയൻറ്റ് ആൻഡ് നോൺ പുവർ. അപ്പോൾ നോൺ പുവർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഇതിലൊക്കെ നമ്മളൊരു ലൈന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനത്തെ കോളം നിങ്ങൾ നോക്കുക. ഈ ലൈനിനെ അപേക്ഷിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർ പോവർട്ടി ലൈനിന് താഴെയാണോ മുകളിലാണോ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ഒരു പോവർട്ടി ലൈനിൽ ഒരു ഇൻകോ അങ്ങനെ ഒരു എമൗണ്ടോ അവർ ഏൺ ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കും ബേസ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നോൺ പുവറിൻ്റെ കേസിൽ എന്താണ്? ആർ ദോസ് പേഴ്സൺ ഹൂ ആർ നെവർ പുവർ, ദേ ഓൾവേസ് റിമെയിൻ എബോവ് പോവർട്ടി ലൈൻ. അവിടെ നിങ്ങൾ കണ്ടാൽ മതി, അവിടെ എന്താണ്? അവരുടെ ലൈനിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു അവരുടെ ഇൻകംസ് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ലൈനിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നോക്കിയാൽ അറിയാം എന്താണ്? ഒരിക്കലും നോൺ പുവർ ഒരിക്കലും ബിലോ പോവർട്ടി ലൈനിൽ അല്ലെങ്കിൽ പോവർട്ടി ലൈനെ ടച്ച് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇൻകം ഓൾവേസ് എബോവ് പോവർട്ടി ലൈൻ ആയിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ട്രാൻസിയൻറ്റ് പുവർ. ട്രാൻസിയൻറ്റ് പുവറിൽ തന്നെ ചേണിംഗ് പുവറും ഉണ്ട്, ഒക്കേഷണലി പുവറും ഉണ്ട്. അപ്പോൾ ചേണിംഗ് പുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിയൻറ്റ് പുവർ ആർ ദോസ് പുവേഴ്സ് ഹു ആർ റെഗുലർലി മൂവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് പോവർട്ടി. ഇപ്പോൾ ചേണിംഗ് പുവറിൽ നിങ്ങൾ നോക്കിയാൽ മതി, ആ ലൈന് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ, നിങ്ങൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, നോക്കിയാൽ അറിയാം. അവരെന്ത് ചെയ്യും? ആ ലൈനിൻ്റെ മുകളിലും താഴെയായിട്ട് റെഗുലറായിട്ട് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ചേണിംഗ് പുവർ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒക്കേഷണലി പുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ റെയറായിട്ട് നിർഭാഗ്യം കൊണ്ടൊക്കെ ചില സിറ്റുവേഷനിൽ മാത്രമേ അവരെന്ത് ചെയ്യുന്നു? ബിലോ പോവർട്ടി ലൈനിലേക്ക് വരുന്നുള്ളൂ. അതാണ് ഒക്കേഷണലി പുവർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അതെന്താണ്? ഈ ഗ്രാഫ് നോക്കിയാൽ എന്താണ്? അവിടെ ഒറ്റ പീരീഡിൽ മാത്രമാണ് ആ ലൈനിൻ്റെ താഴെയായിട്ട് വരുന്നത് ഒക്കേഷണലി പുവർ. അത് ബാഡ് ലക്ക് കൊണ്ടൊക്കെ ആണ് ആ രീതിയിൽ ബിലോ പോവർട്ടി ലൈനിലേക്ക് അവർ വരുന്നത്. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി ട്രാൻസിയൻറ്റ് പുവർ പീപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ക്രോണിക് പുവർ അല്ലേ? ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലം. ഇവിടെ ക്രോണിക് പുവറിൽ തന്നെ എന്തുണ്ട്? 2 കാറ്റഗറി ഉണ്ട്. പുവേഴ്സ് ആർ ദോസ് പുവർ who are always poor and those who are usually poor but they sometimes may have little more money. അപ്പോൾ ഇവിടെ ഓൾവേസ് പുവറും അതുപോലെ തന്നെ യൂഷ്വലി പുവറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓൾവേസ് പുവർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും പോവർട്ടി ലൈനിൻ്റെ മുകളിലോട്ട് വരുന്നില്ല. ആ ഗ്രാഫ് നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല? എബോവ് പോവർട്ടി ലൈനിലേക്ക് റീച്ച് ചെയ്യുന്നില്ല. അതേ സ്ഥാനത്ത് യൂഷ്വലി പുവർ പീപ്പിളിനെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? അവർ വളരെ മൈന്യൂട്ടായിട്ട് ചില കേസിൽ മാത്രം എന്ത് ചെയ്യും? ഒന്നൊരു അപ് ട്രെൻഡ് കാണിക്കും. അതായത് വളരെ ചെറിയ സമയത്തെങ്കിലും അവരെന്ത് ചെയ്യും? ഒന്ന് എബോവ് പോവർട്ടി ലൈനിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നോക്കിയാൽ യൂഷ്വലി പുവറിൽ അവർ ഒരു പ്രാവശ്യം എന്തായിട്ട് വരുന്നുണ്ട്? എബോവ് പോവർട്ടി ലൈനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 കാറ്റഗറി ഉണ്ട്. ഓൾവേസ് പുവർ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കണം ഗ്രാഫ് നോക്കിയിട്ട്. രണ്ടാമത് യൂഷ്വലി പുവർ എന്നുള്ളതും നോക്കണം. അപ്പോൾ ഓൾവേസ് പുവർ എന്ന് പറഞ്ഞാൽ അവർ ബിലോ പോവർട്ടി ലൈനിലാണ് ഓൾ ദി ടൈം വരുന്നത്. മറ്റേതെന്താണ്? ചെറിയൊരു സമയത്ത് അവരെന്ത് ചെയ്യും? ഒരു അപ് ട്രെൻഡ് കാണിക്കും, അല്ലെങ്കിൽ അവർ ഇൻകംസ് ഒന്നുകൂടി എബോവ് പോവർട്ടി ലൈനിൻ്റെ മുകളിലൊന്ന് വരും എന്നല്ലാതെ സാധാരണ കൂടുതൽ സമയവും ബിലോ പോവർട്ടി ലൈൻ ആയിരിക്കും. ദെൻ ചേണിംഗ് പുവർ എന്ന് പറഞ്ഞാൽ അവരെന്താണ്? അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒക്കേഷണലി പുവർ എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ സമയം എന്താണ്? എബോവ് പോവർട്ടി ലൈനാണ്. ചില നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പുവർ ആയിട്ടും ചില സിറ്റുവേഷനിൽ അവർ വളരെ കുറഞ്ഞ സമയം മാറുന്നത്. നെക്സ്റ്റ് നോൺ പുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരൊരിക്കലും ബിലോ പോവർട്ടി ലൈനിലേക്ക് വരുന്നില്ല എന്നാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ്, ഈ ഡിഫറൻസ് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ 4th ചാപ്റ്ററാണ്. എന്താണ് പുവർ, അതുപോലെ തന്നെ ഹു ആർ ദി പുവർ, അതുപോലെ തന്നെ ഹൗ ആർ പുവർ പീപ്പിൾ ഐഡൻറ്റിഫൈഡ്,
ദെൻ ഹൗ ആർ പുവർ പീപ്പിൾ ഐഡൻറ്റിഫൈഡിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്തു, ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവറിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രോണിക് പുവർ എന്ന് ഹെഡിലേക്ക് മാറ്റി. ചേണിങ് പുവർ ആൻഡ് ഒക്കേഷണലി പുവറിനെ രണ്ടിനെയും കൂടി നമ്മൾ ട്രാൻസിയൻ പുവർ എന്ന് കോമൺ ആയിട്ട് വിളിച്ചു. ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. അതിൻ്റെ കുറച്ചുകൂടി വേർഡ്സ് ക്ലിയർ ആവുന്ന രീതിയിലൊക്കെ നിങ്ങളെ മെയിൻ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.